സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 40-ാം വാക്യം. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അന്ത്യവിധി നാളിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈശോ നമ്മളോട് പറയുക അല്ലെ. അന്ത്യവിധി നാള് എന്ന് പറയുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്ന് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട് അല്ലെ. ആ നിമിഷം 2 പേരില് ഒരുവൻ എടുക്കപ്പെടും, മറ്റേയാൾ തിരസ്കരിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഇതിൽ നാം ഏത് ഭാഗത്ത് നിൽക്കണം? എടുക്കപ്പെടുന്ന ഭാഗത്ത് നിൽക്കണോ, തിരസ്കരിക്കപ്പെടുന്ന ഭാഗത്ത് നിൽക്കണോ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ദൈവം എന്നെ എടുക്കണം, ദൈവസന്നിധിയിലേക്ക് എന്നെ സ്വീകരിക്കണമെന്ന് അല്ലെ. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം കൊണ്ട് ഈ എടുക്കപ്പെടുന്ന സ്ഥാനത്ത് നമ്മൾ നിൽക്കാറില്ല. നമ്മളൊക്കെ നിൽക്കുന്നത് പലപ്പോഴും ഈ തിരസ്കരിക്കപ്പെടുന്ന വ്യക്തിയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കണം. നിന്നെ എന്നാണ് നിന്റെ ദൈവം തിരിച്ചു വിളിക്കുന്നത് എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നീ ആത്മശോധന ചെയ്ത് നിന്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചാൽ മാത്രമേ നിനക്ക് ദൈവത്തിന്റെ ഒപ്പമിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ദൈവം വിളിക്കുമ്പോൾ ദൈവത്തോട് പറയാമെന്ന് വിചാരിക്കരുത്, ദൈവം എനിക്കൊരു 5 മിനിറ്റ് താ, ഞാനൊന്ന് എല്ലാവരോടും ക്ഷമിച്ചോട്ടെ, എല്ലാവരോടും ക്ഷമ ചോദിച്ചോട്ടെ, എന്റെ ജീവിതത്തിലെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഒരു കുമ്പസാരം നടത്തിക്കോട്ടെ, ഒരു കുർബാന സ്വീകരിച്ചു കൊള്ളട്ടെ. പറയാൻ പറ്റുമോ? സമ്മതിക്കുവോ? സമ്മതിക്കത്തില്ല കേട്ടോ. ആ നിമിഷം ചിലപ്പോ ഒറ്റ സെക്കൻഡ് നമ്മൾ ചിന്തിക്കാത്ത നിമിഷങ്ങളിൽ ദൈവം വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് എപ്പോഴും ഒരുക്കത്തോടുകൂടി ജീവിക്കാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക. മനുഷ്യരാണ്, ബലഹീനരാണ്, കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിക്കാം. പക്ഷെ ഈ കുറവും പോരായ്മയുമായിട്ട് നടക്കേണ്ട വ്യക്തിയല്ല നീ. നിന്റെ ജീവിതത്തിൽ ഒരു പോരായ്മ സംഭവിച്ചാല്, ഒരു പാപം കടന്നു വന്നാല് നീ എന്താ ചെയ്യേണ്ടത്? കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയില് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരുക്കത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും. പാപം കഴുകി കളയണം. നിന്റെ പാപങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് ക്ഷമിക്കും. എന്നാൽ മാത്രമേ ഏത് നിമിഷം വിളിച്ചാലും വിശുദ്ധിയോടുകൂടി അവന്റെ ഒപ്പം ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ തിരസ്കരിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ആ തിരസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് പിന്നീട് ഒരിക്കലും എനിക്ക് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി ജീവിക്കാം. നമ്മുടെ പാപങ്ങള് ദൈവസന്നിധിയിലേറ്റ് പറഞ്ഞ് പാപമോചനം നേടുവാനായിട്ട് ഏത് നിമിഷം എന്റെ ദൈവം വിളിച്ചാലും ഒരുക്കത്തോടുകൂടി അവന്റെ ഒപ്പമാകുവാനായിട്ട്, അവന്റെ വിളി സ്വീകരിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ തക്കവിധം ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.